മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. കേസുകളിൽ മകന് മാപ്പ് നൽകി ബൈഡൻ. പടിയിറങ്ങും മുമ്പേ നിലപാട് മാറ്റം, രാഷ്ട്രീയപ്രേരിതമെന്ന ആരോപണം. നിയമവിരുദ്ധമായി തോക്ക് കൈവശം വെച്ചതടക്കം വിവിധ കേസുകളിൽ നിയമ നടപടി നേരിടുന്ന മകൻ ഹണ്ടർ ബൈഡന് പൂർണ്ണവും നിരുപാധികവുമായി മാപ്പ് നൽകി US പ്രസിഡന്റ് ജോ ബൈഡൻ. ഓക്കെ, അപ്പം നിയമവിരുദ്ധമായി തോക്ക് കൈവശത്തടക്കമുള്ള വിവിധ കേസുകളിൽ നിയമ നടപടി നേരിടുമായിരുന്നു ബൈഡൻ്റെ മകൻ. അപ്പോൾ അതിന് പൂർണ്ണവും നിരുപാധികവുമായ മാപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിലെ US പ്രസിഡന്റായ ജോ ബൈഡൻ. പ്രസിഡന്റ് കാലാവധി അവസാനിപ്പിക്കാൻ ആഴ്ചകൾ ശേഷിക്കെയാണ് പ്രത്യേക അധികാര പ്രയോഗം. ഓക്കെ, അപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്താണല്ലോ അധികാരത്തിലേറാൻ പോവുകയാണ്. അപ്പോഴത്തേക്കിനും ആ പ്രസിഡന്റ് കാലാവധി അവസാനിക്കാൻ ആഴ്ചകൾ ശേഷിക്കെയാണ് ഈ പ്രത്യേക അധികാരം പ്രയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ജുഡീഷ്യറിയുടെ തീരുമാനത്തിൽ ഇടപെടില്ലെന്നും മകനെ രക്ഷിക്കാൻ പ്രത്യേക അധികാരം പ്രയോജനപ്പെടുത്തില്ലെന്നുമാണ് മുൻ നിലപാടാണ് ബൈഡൻ മാറ്റിയത്. അപ്പോൾ ബൈഡൻ നേരത്തെ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്ന നിലപാടെന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയുടെ തീരുമാനത്തിൽ ഇടപെടില്ലെന്നും മകനെ രക്ഷിക്കാൻ പ്രത്യേക അധികാരം പ്രയോജനപ്പെടുത്തില്ലെന്നുമാണ്. അപ്പോൾ ആ നിലപാടാണ് ഇപ്പോൾ ബൈഡൻ മാറ്റിയിരിക്കുന്നത്. കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ച് ബൈഡൻ തൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് പ്രതിയോഗികളാൽ ഹണ്ടർ വേട്ടയാടപ്പെടുന്നതെന്ന് പറഞ്ഞു. കരിയറിലുടനീളം ഞാൻ പിന്തുടർന്നത് അമേരിക്കൻ ജനതയോട് സത്യം തുറന്നു പറയുകയെന്ന ലാളിത്വമാണ്. നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്നും ബൈഡൻ പറഞ്ഞു. അസംതൃപ്ത രാഷ്ട്രീയം ഈ സംവിധാനത്തെ ബാധിച്ചു. അത് നീതിയുടെ ഗർഭചിത്രത്തിലേക്ക് നയിച്ചു, ബൈഡൻ പറഞ്ഞു. അതവിടെ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഡൊണാൾഡ് ട്രംപ് മറ്റേ അബോഷനെയൊക്കെ അങ്ങനത്തെ ഒരു കമല ഹാരിസ് അപ്പോഴത്തേക്കും കമല ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നേരിട്ടുകൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉടനീളം അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണിത്. അപ്പം ഒരു പിതാവ് എന്ന നിലയിലും പ്രസിഡന്റ് എന്ന നിലയിലും താൻ എടുത്ത തീരുമാനം അമേരിക്കക്കാർക്ക് ബോധ്യപ്പെടുമെന്നും അന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അപ്പോൾ പിതാവ് എന്ന നിലയിലും പ്രസിഡന്റ് എന്ന നിലയിലും തൻ്റെ തീരുമാനം അമേരിക്കക്കാർക്ക് ബോധ്യപ്പെടുമെന്ന പ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിച്ചു. നീതിന്യായ സംവിധാനങ്ങളുടെ തീരുമാനത്തിൽ ഇടപെടില്ലെന്നും അധികാരമേറ്റ മുതൽ താൻ പറഞ്ഞിരുന്നു. മകനെ അന്യായ വിചാരണയ്ക്ക് വിധേയമാക്കുന്നതും നിരന്തരം വേട്ടയാടുന്നതും കണ്ടിട്ട് താൻ ആ വാക്ക് പാലിച്ചെന്നും ബൈഡൻ അവകാശപ്പെട്ടു. ബൈഡന്റെ തീരുമാനം നീതിന്യായ സംവിധാനത്തെ ചൂഷണം ചെയ്യലാണെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആരോപിച്ചു. അപ്പോൾ ഡൊണാൾഡ് ട്രംപും അതിനെതിരെ ബൈഡന്റെ ഈ തീരുമാനത്തെ പറയുന്നുണ്ട്. നീതിന്യായ സംവിധാനത്തെ ചൂഷണം ചെയ്യലാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അപ്പം ഈ കൊല്ലം ആദ്യമാണ് അനധികൃതമായി തോക്ക് കൈവശം വയ്ക്കൽ, നികുതി വെട്ടിപ്പ് തുടങ്ങിയ കേസുകളിൽ ജോ ബൈഡൻ്റെ മകൻ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ലഹരി കേസിലും മകൻ ഉൾപ്പെട്ടിരുന്നു. ഈ കേസുകളിൽ വിചാരണ കാലിഫോർണിയയിലെ ഡെലോണിൽ അടുത്ത് തുടങ്ങാനിരിക്കുകയായിരുന്നു. ഇത്രയേറെ കുറ്റങ്ങൾ നിലനിൽക്കുന്ന മകന് മാപ്പ് നൽകില്ലെന്നായിരുന്നു ബൈഡൻ നേരത്തെ എടുത്തിരുന്ന തീരുമാനം. അപ്പം ആ നിലപാടാണ് അനധികൃതമായിട്ട് തോക്ക് കൈവശം വെച്ചത്, നികുതി വെട്ടിപ്പ്, അങ്ങനെ ഒരുപാട് കേസുകളുണ്ടായിരുന്നു. അപ്പം അതിനെതിരെയാണ് ഇപ്പം നിലപാട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനെതിരെ എങ്ങനെ അമേരിക്കയിൽ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം.